Good morning, children. How are you all? How is your health? Are you all okay? How are all at home? അച്ഛൻ അമ്മ അച്ചാച്ചൻ അച്ചമ്മ all are fine? ഓക്കെ മക്കളെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിരുന്നു. പഠിച്ചോ? എഴുതിയോ? നമ്മുടെ 5 സെൻസ് ഓർഗനെ കുറിച്ച് തന്നിരുന്നു. അതിൻ്റെ ഡ്യൂട്ടീസ് ഫങ്ഷൻസ് എന്തെല്ലാം തന്നല്ലേ? വി സി വിത്ത് അവർ ഐസ്, വി ഹിയർ വിത്ത് അവർ ഇയേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? പഠിച്ചില്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മളതൊക്കെ പഠിച്ചായിരുന്നല്ലോ. ഓക്കെ, പഠിച്ചായിരുന്നോ? ഉറപ്പുണ്ടോ? ഓക്കെ മക്കളെ, നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ നൗ. നെക്സ്റ്റ് പേജ് നമ്പർ ഏതാണ്? 79. പേജ് നമ്പർ 79. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? ഇനി ടെക്സ്റ്റ് വാങ്ങാത്തവരുണ്ടോ? ഇല്ലെങ്കിൽ മിസ് ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് മിസ് ടെക്സ്റ്റ് വായിക്കാം. മിസ് കമ്മിങ് ഡേ I'll give you question answers. Okay, let's start now. Let's have meals together. ഒരുമിച്ചിരുന്ന് നമുക്ക് മീൽസ് കഴിക്കാമെന്ന്, നമ്മുടെ ഫുഡ് കഴിക്കാമെന്ന്. ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ. രാമു സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. He eagerly waited for the bell. Ning, ning, ning. He sprang up. Ramu and his friends moved towards the canteen. Ramu, you didn't wash your hands. Manikutti's words reminded him of it. He opened the tap and washed hands and plates. Then he sat for lunch. Do you forget, like Ramu, to wash hands and plate? What is the harm if you do not wash hands before meals? Friends, try the simple experiment shown below. ഓക്കെ മക്കളെ, ലെറ്റ്സ് ഹാവ് മീൽസ് ടു. നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഓക്കെ, ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ എത്ര സമയം? ഉച്ചയായി. രാമു സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. രാമുവിന് വിശക്കാൻ തുടങ്ങി. ഹി ഈഗർലി വെയിറ്റഡ് ഫോർ ദ ബെൽ. അവന് ബെല്ലടിക്കാൻ കാതോർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നിം 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 ബെല്ലടിച്ചത്. ഹി സ്പ്രാങ് അപ്പ്. അവൻ ചാടി എഴുന്നേറ്റു. ഹി സ്പ്രാങ് അപ്പ്. രാമു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മൂവ്ഡ് ടുവാർഡ്സ് ദ ക്യാൻറ്റീൻ. രാമുവിൻ്റെ കൂട്ടുകാരും കൂടെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനെ ലക്ഷ്യമാക്കി അവർ പോയി. രാമു, യു ഡിഡ്ന്റ് വാഷ് യുവർ ഹാൻഡ്സ്. Manikutti's words reminded him of it. രാമു, നീ കൈ കഴുകിയില്ലല്ലോ. മണിക്കുട്ടി പറഞ്ഞപ്പോഴാണ് രാമുവിന് ആ കാര്യം ഓർമ്മ വന്നതിന്. രാമുവിന് വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് കൈ കഴുകുന്ന കാര്യമെല്ലാം മറന്നു. ഓക്കെ, ദെൻ ഹി ഓപ്പൺ ദ ടാപ്പ് ആൻഡ് വാഷ്ഡ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്. അവന് ടാപ്പ് തുറന്ന് കൈ നന്നായി കഴുകി, പാത്രവും കഴുകി. ദെൻ ഹി സാറ്റ് ഫോർ ലഞ്ച്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അവൻ ഫുഡിനായിട്ടിരുന്നു, ഭക്ഷണത്തിനായിട്ട് അവിടെ പോയിരുന്നു. ഡു യു ഫർഗെറ്റ്, ലൈക്ക് രാമു, ടു വാഷ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്? രാമുവിനെ പോലെ നിങ്ങളും കൈയും പാത്രം കഴുകാൻ മറക്കുമോ? വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡു നോട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ്? ഫുഡിന് മുമ്പ് കൈ കഴുകാതിരുന്നാൽ ദോഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ദോഷം? ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ട്രൈ ദ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ഷോൺ ബില്ലോ. താഴെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. ടുവാർഡ്സ് ക്ലെൻലിനെസ്. എന്താണ് ടുവാർഡ്സ് ക്ലെൻലിനെസ്? ദാറ്റ് മീൻസ് എന്താണ്? വൃത്തിയിലേക്ക്. ടുവാർഡ്സ് ക്ലെൻലിനെസ് മീൻസ് വൃത്തിയിലേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ടേക്ക് 3/4 പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ടേക്ക് 3/4 പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ഒരു ബക്കറ്റിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. ദെൻ ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ശേഖരിച്ച് മേശപ്പുറത്ത് വയ്ക്കണം. ബിഫോർ ഹാവിങ് മീൽസ് ലെറ്റ് ഈച്ച് ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് വാഷ് ഹാൻഡ്സ് വിത്ത് വാട്ടർ ഇൻ ദ ബക്കറ്റ്. എല്ലാവരും ഒരു ഗ്ലാസ് നല്ല വെള്ളം എടുത്തു വെക്കുക. അതിന് ശേഷം എല്ലാവരും ആ ബക്കറ്റിൽ കൈ കഴുകുക. എല്ലാവരും ആ ബക്കറ്റിൽ കൈ കഴുകുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ബിഫോർ ലഞ്ച്. ഓക്കെ, ലഞ്ച് കഴിക്കുന്ന മുമ്പ് എല്ലാവരും ബക്കറ്റിൽ വെള്ളം എടുക്കുക. ആ ബക്കറ്റിൽ നിന്ന് നന്നായി കൈ കഴുകുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം?
നെക്സ്റ്റ് പേജ് എടുത്ത് എല്ലാവരും പേജ് നമ്പർ 80. ടേക്ക് യുവർ പേജ് നമ്പർ 80. ഓക്കെ, നൗ സി പേജ് നമ്പർ 80. ആഫ്റ്റർ ദിസ് ടേക്ക് ദിസ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ. എല്ലാവരും നന്നായി കൈ കഴുകിയതിന് ശേഷം ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വേറൊരു ഗ്ലാസ് ഈ കഴുകിയ വെള്ളം എടുത്ത് വെക്കുക. നന്നായി കൈ കഴുകുക. അതിനുശേഷം വേറൊരു ഗ്ലാസ്സിൽ ഈ കൈ കഴുകിയ വെള്ളം എടുത്ത് ശേഖരിച്ച് വയ്ക്കണം. ഓക്കെ, ആദ്യം ഒരു ഗ്ലാസ് നമ്മൾ നല്ല വെള്ളം എടുത്ത് വെച്ചു, അതിനുശേഷം ശുദ്ധജലം എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കൈ കഴുകിയ ആ ഡേർട്ടി വാട്ടർ നമ്മൾ വേറൊരു ഗ്ലാസ്സിൽ എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നോക്കുക. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നൗ ഒബ്സർവ് ബോത്ത് ദ ഗ്ലാസസ്. ഇനി നമ്മൾ രണ്ട് ഗ്ലാസ്സും ഒന്ന് നിരീക്ഷിക്കണം. വാട്ട് ഡു യു ഫൈൻഡ്? നിങ്ങൾ എന്താ കണ്ടത്? എന്ത് കണ്ടെത്തി? വൈ ഈസ് ദെയർ എ കളർ ചേഞ്ച് ഇൻ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ്? ബിക്കോസ് ദെയർ ഇസ് സോ മച്ച് ഓഫ് ഡേർട്ട് that we do not see, isn't it? Don't you realize the harm if you don't wash hands? Will you now forget to wash hands? മക്കളെ, രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടോ? ഒരു കളർ ചേഞ്ച് കണ്ടോ? അതെന്താ അത്? നിങ്ങൾ ബക്കറ്റിൽ വെള്ളത്തിൽ കഴുകിയില്ല, ആ വെള്ളത്തിലെ അഴുക്കുകൾ, നിങ്ങളുടെ കയ്യിലെ അഴുക്കുകളെല്ലാം ഡേർട്ടിയെല്ലാം വെള്ളത്തിൽ കലങ്ങി. ആ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് കൈ കാണാൻ പറ്റാത്ത എത്രമാത്രം അഴുക്കുണ്ടെന്നതിൻ്റെ അകത്ത്. ഒരുപാട് അഴുക്കുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ നോട്ടത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത അഴുക്കുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നോക്കിയാൽ അതെല്ലാം കലങ്ങി. നമ്മൾ നന്നായി കഴുകിയപ്പോൾ വെള്ളത്തിൽ ആ അഴുക്കെല്ലാം കലങ്ങി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ നമ്മൾ നന്നായി കൈ കഴുകിയത്തെ അവസ്ഥ എന്തെന്ന്? ഡോണ്ട് യു റിയലൈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ്സ്? നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായി കൈ കഴുകിയില്ലെങ്കിൽ എന്തെല്ലാം ദോഷഫലം ഉണ്ടാകുമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? വിൽ യു നൗ ഫർഗെറ്റ് ടു വാഷ് ഹാൻഡ്സ്? ഇനി നിങ്ങൾ മറക്കുമോ? ഇനി കൈ കഴുകാൻ മറക്കുമോ? മറക്കില്ലല്ലേ? ഡു നോട്ട് ഫർഗെറ്റ് ടു റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ നോട്ട് ഇൻ ദ എൻവയറമെൻറ്റ് ഡയറി. ഈ പരീക്ഷണക്കുറിപ്പ് പരിസര പുസ്തകം നിങ്ങൾ എഴുതണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണമെന്ന്. എൻവയറമെൻറ്റ് നോട്ട്ബുക്കിൽ ഈ ഒബ്സർവേഷൻ നിങ്ങൾ എഴുതി വയ്ക്കണം. ഓക്കെ, ഈ പരീക്ഷണക്കുറിപ്പ്. ലഞ്ച്. ഡോണ്ട് യു ഗെറ്റ് ലഞ്ച് ഫ്രം സ്കൂൾ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് ലഭിക്കുന്നുണ്ടോ? വാട്ട് അതർ ഫുഡ് ഡു യു ഗെറ്റ് ബിസൈഡ്സ് ലഞ്ച് ഫ്രം സ്കൂള്? ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും? ലഞ്ചിന് പുറമെ വേറെ എന്തെങ്കിലും ലഭിക്കാറുണ്ടോ? നമ്മുടെ സ്കൂളിൽ അതൊന്നും ഇല്ലല്ലേ. ഈസ് ദ മിഡ് ഡേ മീൽ ടേബിൾ ഡിസ്പ്ലേസ്ഡ് ഇൻ യുവർ സ്കൂള്? നിങ്ങളുടെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിനായിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടോയെന്ന് മക്കൾ നോക്കുക. ഈസ് ദ മിഡ് ഡേ മീൽ ടേബിൾ ഡിസ്പ്ലേസ്ഡ് ഇൻ യുവർ സ്കൂൾ? ഉച്ചഭക്ഷണത്തിന് ലഞ്ചിന് എന്തൊക്കെ തരുമെന്നുള്ള ആ വിവരണം എഴുതിയിരിക്കുന്ന പട്ടികയുണ്ടോ? നമ്മുടെ സ്കൂളിൽ അതൊന്നുമില്ല. കാരണം നമ്മുടെ സ്കൂളിൽ നിന്ന് ഫുഡ് ലഞ്ച് ആർക്കും കൊടുക്കുന്നില്ല. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരുന്നു. കാരണം നമ്മളുടെ സ്കൂളിലാരും അത്രമാത്രം ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തവരാരുമില്ല. എല്ലാവരും റിച്ച് ഇനഫ്, അല്ലെങ്കിൽ തന്നെ ഒരുമാതിരി ആവറേജ് എല്ലാവർക്കുണ്ടല്ലേ. ഒത്തിരി പൈസ ഇല്ലെങ്കിലും ജീവിക്കാൻ മാത്രം സമ്പത്തുള്ളവരെ എല്ലാവരും അല്ലേ. ചില ദേശത്തൊക്കെ ഒത്തിരി പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ നമുക്ക് അവസ്ഥയൊന്നുമില്ല. നമ്മുടെ സ്കൂളിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മറ്റുള്ള കോർപ്പറേറ്റ് സ്കൂളുകളുണ്ട്. എയ്ഡഡ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലൊക്കെ അതൊക്കെ. നമ്മുടെ പ്രൈവറ്റ് സ്കൂളാണ്. നമ്മുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു സംരംഭം ഇല്ല കേട്ടോ. മക്കളെ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ലഞ്ച്. ഡോണ്ട് യു ഗെറ്റ് ലഞ്ച് ഫ്രം സ്കൂൾ? നിങ്ങളുടെ വിദ്യാലയത്തിൽ ലഞ്ച് ലഭിക്കാറുണ്ടോ? നമുക്കില്ല. വാട്ട് അതർ ഫുഡ് ഡു യു ഗെറ്റ്? നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കിട്ടും? ബിസൈഡ്സ് ലഞ്ച് ഫ്രം സ്കൂള്? ലഞ്ച് കൂടാതെ നിങ്ങൾക്ക് എന്തെല്ലാം ഫുഡ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടും? ഒന്നുമില്ല. ഈസ് ദ മിഡ് ഡേ മീൽ ടേബിൾ ഡിസ്പ്ലേസ്ഡ് ഇൻ യുവർ സ്കൂള്? നിങ്ങളുടെ ഈ ഉച്ചഭക്ഷണത്തിന് ആ ടേബിള് എന്തെല്ലാം കൊടുക്കും? ഏതെല്ലാം ആ ഉച്ചഭക്ഷണത്തിന് എന്തെല്ലാം കൊടുക്കും എന്നുള്ള ആ പട്ടികയുണ്ട്, ആ ടേബിളുണ്ട് നിങ്ങളുടെ സ്കൂളിൽ? ഇല്ല, നമ്മുടെ സ്കൂളിൽ. കാരണം നമ്മുടെ സ്കൂളിൽ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. മിഡ് ഡേ മീൽ ടേബിള് എന്തെല്ലാമാണ് ഉച്ചയ്ക്ക് കിട്ടുക എന്നുള്ളത്. ഓരോ ദിവസവും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഓരോ ദിവസവും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഓരോ ദിവസം കിട്ടുക എന്നുള്ള അങ്ങനെ ഒരു ടേബിൾ നിങ്ങളുടെ സ്കൂളിലുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പ്രദർശിപ്പിച്ചിട്ടില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ സ്കൂളിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്നില്ല.
പ്രിപ്പയർ എ ടേബിൾ ഓഫ് ദ ഫുഡ് ഐറ്റംസ് യു ഗെറ്റ് അറ്റ് സ്കൂൾ ഡ്യൂറിങ് എ വീക്ക്. സ്കൂളിൽ നിന്ന് ഓരോ ദിവസം കിട്ടുന്ന ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് അവിടെ എഴുതണം. മലയാളം മീഡിയത്തിലൊക്കെയാണ്, നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, നോക്കി. ഐ വിൽ നെവർ വേസ്റ്റ് ഫുഡ് എനിവർ. കുഞ്ഞ് പറയുന്ന കേട്ട് താഴെ നിൽക്കി. ഗ്രീൻ ബനിയൻ, ഗ്രീൻ യെല്ലോ മിസ്റ്റ് ആണോ ബനിയന്, യെല്ലോ എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? ഞാൻ ഒരിക്കലും ഒരു ഫുഡും വേസ്റ്റ് ചെയ്യാറില്ലെന്ന്. മറ്റേ കുട്ടി എന്താ എനിക്ക് ഡു യു തിങ്ക് ഓഫ് ദ മില്യൺ സ്റ്റാർവിങ് അറൗണ്ട്. കണ്ടോ, സി മില്യൺസ് ഓഫ് പീപ്പിൾ, കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷം കോടി, എന്ത് പറയുക, ഒരുപാട് ആൾക്കാർ ഫുഡില്ലാതെ വലയുന്നവരുണ്ട്. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. കണ്ടോ പറയുന്നത് കേട്ടോ, ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളാരും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അവിടെ പോസ്റ്റർ കണ്ടോ, ഒരു പോസ്റ്റർ കണ്ടോ, ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. ഒരു കുട്ടിയുടെ പിക്ചർ കാണിച്ച കുട്ടി ഇത് കഞ്ഞിവെള്ളം എന്തോ കുടിക്കുകയാണ്, പാത്രത്തോടെ എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. കണ്ടോ, നമ്മളാരും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത മക്കൾ, നെക്സ്റ്റ് പേജ് എടുത്തോ. എടുത്തല്ലേ? ഇതാ പേജ് നമ്പർ എത്രയാണ് മക്കളെ? 781. 81 പേജ് എടുത്ത് നിങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. രാമു കം ഫാസ്റ്റ്. രാമു വേഗം വാ, നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സിറ്റ് ടുഗദർ. രാമു കം ഫാസ്റ്റ്, വി ക്യാൻ സിറ്റ് ടുഗദർ. രാമു വേഗം വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. നാസർ ക്രൈഡ് ഔട്ട്. നാസർ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. രാമു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വാക്ക്ഡ് ടു ദ ക്ലാസ്. രാമുവും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് നടന്നുപോയി. തോമസ്, ഖദീജ, മുരളി, റാണി ഓൾ വെയർ ദെയർ. നാസർ വിളിച്ചു പറഞ്ഞ് രാമും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് നടന്ന്. തോമസും ഖദീജയും മുരളിയും റാണി എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യായിരുന്നു? ദേ ഏറ്റ് ഫുഡ് ടുഗദർ. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഓൾ ദ ഫ്രണ്ട്സ് ലൈക്ക് ദ കോക്കനട്ട് ചമ്മന്തി സെൻഡ് ബൈ ഖദീജാസ് മദർ. ഖദീജയുടെ അമ്മച്ചി ഒരു സ്പെഷ്യൽ ഐറ്റം കൊടുത്ത് വിട്ടിരുന്നു. ഖദീജയുടെ അമ്മച്ചി ഉമ്മ നല്ലൊരു ഐറ്റം കൊടുത്തു. എന്താണ്? തേങ്ങാ ചമ്മന്തി. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാ കൂട്ടുകാർക്കും, കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. മുരളി ഡോണ്ട് വേസ്റ്റ് ഫുഡ്, റാണി റിമൈൻഡഡ്. മുരളിയോട് പറഞ്ഞു, മോനെ മുരളി, നീ ഫുഡ് വെറുതെ കളയല്ലേ. റാണി റിമൈൻഡ് ചെയ്തു, ഓർമ്മിപ്പിച്ചു. ഡു ഓൾ മെമ്പേഴ്സ് ഇൻ യുവർ ഹൗസ് ഓഫ് ഫുഡ് ടുഗദർ. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നേ ആണോ? ചിലടതെ, ചിലടല്ല അല്ലേ. ഡോണ്ട് യുവർ ഫ്രണ്ട്സ് ഓഫ് ഫുഡ് ടുഗദർ. നിങ്ങളുടെ കൂട്ടുകാർ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്? ഒരുമിച്ചിരുന്നല്ലേ കഴിക്കുന്നത്? യെസ്. വിച്ച് ഡു യു ലൈക്ക്? നിങ്ങൾക്ക് ഇതേതാ ഇഷ്ടം? ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതാണോ ഇഷ്ടം, അത് കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കുന്നതാണോ? വിച്ച് ഡു യു ലൈക്ക് ഈറ്റിംഗ് എലോൺ ഓർ ഈറ്റിംഗ് വിത്ത് അതേഴ്സ്? തന്നെ കഴിക്കുന്നതാണോ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമെന്നാണ്. വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ? വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവണം, കൂട്ടുകാരോ അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതേതെല്ലാം ഒന്ന് പറയാൻ പറ്റുമോ? വെഡ്ഡിങ്, കല്യാണം, പിന്നെ ഹൗസ് വാമിങ്, വീട് പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുമ്പോൾ ഹൗസ് വാമിങ്, ബർത്ത്ഡേ പാർട്ടി, ഇതിലൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരുപാട് പേരായിട്ട് ഒന്നിച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. കല്യാണത്തിനും വീട്ടിക്കൂടലിനും ബർത്ത്ഡേ പാർട്ടിക്ക് ഇങ്ങനെയുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ വരുമ്പോഴും നമ്മൾ ഒത്തുകൂടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അങ്ങനെയുള്ള മെനി സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ മക്കളെ, താങ്ക് യു. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. യു ഹാവ് ടു റീഡ് അപ് ടു ഇയർ. ഓക്കെ, thank you children.